തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആർ. വഴിമാറി കൊടുക്കാത്തതാണ് പ്രകോപനത്തിന് കാരണമായത്. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. യുവതിയെ തള്ളിയിട്ട മദ്യപനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റി. അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ് ശ്രീകുട്ടി പോയതെന്നും ആക്രമണ വിവരം വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നും മുത്തശ്ശി ഗിരിജ പറഞ്ഞു. എന്നിട്ട് മെനിങ്ങന്ന് രാവിലെയാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോയത്. കുഞ്ഞമ്മേരെ വീട്ടിൽ പോയിട്ട് ഇന്നലെ പോയ വഴിയാവാ ഇത് സംഭവിച്ചത്. ആരോ ട്രെയിനിൽ നിന്ന് തവിട്ടിയിട്ടെന്ന് ന്യൂസ് വഴി ഞാൻ കണ്ട്. എനിക്കറിയാൻ വയ്യ മക്കളെ, എനിക്ക് അറിയാൻ വയ്യ. മേഘന, ആ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ തുടരുകയാണ്. ഇവിടെ ഇന്നലെ 8:40 കൂടിയാണ് പെൺകുട്ടിക്ക് ഈ ഒരു അതിക്രമം അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം ആദ്യം വർക്കല സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, പിന്നീട് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. ആ സമയം മുതൽ ഈ മണിക്കൂർ വരെ പെൺകുട്ടി ജീവന് വേണ്ടി അല്ലെങ്കിൽ ഒരു അതിജീവനത്തിന് വേണ്ടി പൊരുതുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വൃത്തങ്ങൾ പറയുന്നത്. അതിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, മറിച്ച് തൃപ്തികരമാണ്. ആദ്യം ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആശങ്ക ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്. ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്പെഷ്യൽ ട്രോമ കെയർ ICUവിലാണ് ഇപ്പോൾ പെൺകുട്ടി ചികിത്സയിൽ തുടരുന്നത്. അതിൽ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘമാണ് ഇപ്പോൾ പെൺകുട്ടിയെ ചികിത്സിക്കുകയും ചെയ്യുന്നത്. 48 മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ചതിന് ശേഷം മാത്രമേ അതിൽ അപകടനില തരണം ചെയ്തു എന്നുള്ള കാര്യം പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആക്രമണമായിരുന്നു. ചവിട്ടി ട്രെയിനിൽ നിന്ന് താഴേക്ക് ഇടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തലയ്ക്കുണ്ടായ ഒരു ആഘാതം, ഈ വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതര പരുക്ക് പറ്റിയിട്ടുണ്ട്. കൂടാതെ വയറിനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചതവുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പെൺകുട്ടി അതിജീവിച്ച് വരാനും ഒരു റിക്കവറി എന്നുള്ളത് ദിവസങ്ങൾ എടുക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയുന്നുണ്ട്. എന്തായാലും ഈ മണിക്കൂറൊക്കെ ഈ പെൺകുട്ടിയുടെ ഒരു അതിജീവനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ പെൺകുട്ടിയുടെ കുടുംബം, ഈ പാലോട് സ്വദേശിയാണ് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളടക്കം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ മാതാപിതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിൽ ഇപ്പോൾ ഈ പ്രതിക്കെതിരെയും ഗുരുതര പരാമർശങ്ങൾ എഫ്ഐആറിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അത് കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ പെൺകുട്ടികളെ ഈ ആക്രമിക്കാൻ ശ്രമിച്ചു പ്രതി വെള്ളറട സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാർ എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ആദ്യം ഈ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ചവിട്ടി എറിയുന്നു. അതിനുശേഷം രണ്ടാമതായുള്ള കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പ്രധാനമായും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ പെൺകുട്ടിയുടെ നടുവിന് ചവിട്ടിയാണ് ഈ പാളത്തിലേക്ക് തള്ളിയിട്ടത് എന്നുള്ളതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമം നടത്തി എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ എഫ്ഐആറിൽ പറയുന്നു. അതുപോലെ തന്നെ ഈ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് ഈ വർക്കലയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയൊരു ആശങ്ക അല്ലെങ്കിൽ വലിയൊരു എങ്ങനെ ഈ പെൺകുട്ടി അതിജീവിക്കുമെന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസം വരുന്നു. ഒരു തൃപ്തികരം എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടി മുന്നോട്ട് പോകുന്നത്. കൂടാതെ ICUവിൽ തുടരുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർജറിക്ക് വിധേയമാക്കണമെങ്കിൽ ഈ ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഒഴിയേണ്ടതുണ്ട്. കൂടാതെ പെൺകുട്ടികളുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് മദ്യപൻ സുരേഷ് കുമാർ തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്നും മേഘന പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.